ഈദ് 2026. വാപ്പിച്ചി ഈ പ്രാവശ്യം ഈദിന് വന്നതുകൊണ്ട് തന്നെ 4 ഡേയ്സാണ് ഞങ്ങൾ ഈദ് ആഘോഷിച്ചത്. പെരുന്നാളിൻ്റെ തന്നെ പള്ളിയിൽ പോയിട്ട് എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ പെരുന്നാളിൻ്റെ അന്ന് കാര്യമായിട്ട് പുറത്തേക്കൊന്നും പോകില്ല. എല്ലാവരും വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. പണ്ടത്തെ പെരുന്നാൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പണ്ടത്തെ പെരുന്നാൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരുടെയും ഫോട്ടോ സെക്ഷനും വീഡിയോവും ഐഷാക്ക് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം സെക്കൻഡ് ഡേ ഓഫ് ഈദ് നോക്കാം. സെക്കൻഡ് ഡേയിൽ ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ് കഴിച്ച് നീണ്ട ഉറക്കത്തിന് ശേഷം ഞങ്ങൾ രാത്രിയാണ് പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നത്. പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ജസ്റ്റ് പുറത്തൊന്ന് പോയി മന്തിയൊക്കെ കഴിച്ചു. എനിക്ക് മാത്രം അറിയില്ല, ഈ ഹണി അൽഫ മന്തി എവിടെ നിന്ന് കഴിച്ചാലും ഇഷ്ടപ്പെടും. ഇനി തേർഡ് ഡേ ഓഫ് ഈദിൽ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു ഫാമിലാണ് പോയത്. ഡെയിലത്തെ ചേച്ചി ഉണ്ടാക്കിയ ചായ അടിപൊളി എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ് ഉമ്മച്ചിയുടെ മുഖത്ത് കാണുന്നത്. അത് ഉമ്മച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ കറങ്ങി നടന്നു ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഫൈനൽ ഡേ ഓഫ് ഈദ്. അങ്ങനെ 4ാമത്തെ ദിവസം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബീച്ചിൽ കണ്ട ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 4 ദിവസമൊക്കെ ഈ പെരുന്നാൾ ഇങ്ങനെ ആഘോഷിക്കാൻ എന്തായിട്ടുള്ളത്? ആഘോഷം എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫാമിലി ഡേറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് ടൈം എൻ്റെ വീടിൻ്റെ അടുത്ത് ബീലബാൻ എന്നുള്ള സ്റ്റോറിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് സലങ്കാട്ടി ട്രൈ ചെയ്യാണ്. ടേസ്റ്റ് വൈസ് ഇറ്റ്സ് ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ.